ബാധിച്ച ദേവിഘട്ടിലേക്കുള്ള യാത്രയിലാണ് മീഡിയ വൺ സംഘം. എന്നോടൊപ്പം ഉള്ളത് ക്യാമറ പേഴ്സൺ ഹരിമുണ്ടൂരാണ്. ഈ യാത്രാ വഴിയിലാണ് ഒരു കാഴ്ച കണ്ടത്. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ ദേവിഘട്ടിലെ ഒരു മല ഇടിഞ്ഞു വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതൊരു വലിയ മലയായിരുന്നു. ആ മല ഇടിഞ്ഞ് വെള്ളം കുത്തനെ ഒലിച്ച് റോഡിലേക്ക് ഇറങ്ങുകയാണ്. പ്രധാന വഴിയാണിത്. ഈ ദേവിഘട്ടിലേക്കുള്ള പ്രധാന വഴിയാണ്. ഈ പ്രളയം ബാധിച്ച സ്ഥലങ്ങളിലേക്കെല്ലാം പോകുന്നതിനുള്ള ഒരു പ്രധാന റോഡാണ്. ആ റോഡിലുണ്ടായിരുന്നൊരു മലയാണ് ഇപ്പോൾ ഇടിഞ്ഞ് ഇത്തരത്തിൽ വെള്ളം ശക്തിയായി കുത്തിയൊലിച്ചിപ്പോൾ ആ റോഡിലേക്ക് പൂർണ്ണമായും ഒഴുകിപ്പോകുന്നത്. ഈ സമീപത്തായിട്ടൊരു നദി നമുക്ക് കാണാം. ആ തൃശ്ശൂർ നദിയുടെ ഭാഗമാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ആ നദിയിലേക്കാണ് ഈ വെള്ളം ഒഴുകുന്നത്. ഒരു അപകടകരമായ സാഹചര്യമാണ് നിലവിലിവിടെ നമുക്ക് കാണാനായി സാധിക്കുന്നത്. കാരണം ഈ മല പൂർണ്ണമായും ഇടിഞ്ഞു വരികയാണെങ്കിൽ ഈ റോഡ് ഗതാഗതം പൂർണ്ണമായി തന്നെ താറുമാറാവും. അതുകൊണ്ട് എത്രയും വേഗം ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് വേണമെന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഈ നുവാങ്കട്ടിലേക്കുള്ള വഴിയാണിത്. നുവാങ്കട്ടിലൂടെ വേണം പ്രളയം കൂടുതൽ ബാധിച്ചിരിക്കുന്ന റസുവ ജില്ലയിലേക്ക് ഉൾപ്പെടെ എത്താനായിട്ട്. നുവാങ്കട്ട് വഴി മാത്രമേ റസുവ ജില്ലയിലേക്ക് എത്താനായി സാധിക്കുകയുള്ളൂ. നമ്മൾ നുവാങ്കട്ടിലേക്ക് ഇന്നലെ പോയിരുന്നു. അതിനുശേഷമാണ് ദേവിഘട്ടിലേക്ക് പോകാനായിട്ട് യാത്ര ആരംഭിച്ചത്. അതിനിടയിലാണ് യാത്രാമധ്യയാണ് ഈ കാഴ്ച നമ്മൾ കണ്ടത്. അങ്ങ് അകലെ നിന്ന് ആ വെള്ളം കുത്തിയൊലിച്ചു വരുന്നത് നമുക്ക് കാണാനായി സാധിക്കും. പൂർണ്ണമായും അത് ഇടിഞ്ഞതിന് ശേഷമാണ് ആ വെള്ളം ഇപ്പോൾ ഈ റോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കനത്ത മഴയായിരുന്നു പ്രളയബാധിത പ്രദേശങ്ങളിലേക്കെല്ലാം. ഈ മഴ തുടരുന്നത് വലിയ ആശങ്ക ഇവിടെയുള്ള ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നിരവധി ആളുകളെ ഇപ്പോഴും കാണാനുണ്ട്. ആളുകൾ എവിടെയാണെന്ന് പോലും ഇവിടെയുള്ള മനുഷ്യർക്ക് അറിയില്ല. ഇന്ത്യയിൽ നിന്ന്, അതായത് ഇന്ത്യൻ ജനത ഉൾപ്പെടെ കാണാനുണ്ട്. അവരിപ്പോഴും ഏത് സ്ഥലത്താണ് കുടുങ്ങിക്കിടക്കുന്നത് എന്ന് പോലും ഇവിടെയുള്ള നാട്ടുകാർക്ക് അറിയില്ല, രക്ഷാപ്രവർത്തകർക്ക് അറിയില്ല, സർക്കാരിനറിയില്ല. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ആശങ്കപ്പെടുത്തുന്ന കാഴ്ചകൾ കൂടി നമ്മൾ നേപ്പാളിൽ നിന്ന് കാണുന്നത്. നിരവധി വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇതെല്ലാം ഈ ദേവിഘട്ടിലേക്കും അതോടൊപ്പം തന്നെ നവാൻകോട്ടിലേക്കുമുള്ള വാഹനങ്ങളാണ്. ഒരൊറ്റ വഴി മാത്രമാണ് ഇവിടങ്ങളിൽ യാത്ര ചെയ്യാനായിട്ട് നിലവിലുള്ളത്. റോഡ് മാർഗം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഈ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ ഈ മലകൾ ഉൾപ്പെടെ ഇടിയുന്നതാണ്. ചെറുതും വലുതുമായിട്ടുള്ള മലകളാണ്. ഈ മലകൾ ഇടിയുകയാണ്. ഇത് ചില വെള്ളം നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ഇതിന് മുകളിൽ നിന്ന് മല ഇടിഞ്ഞതാണ് ഇപ്പോൾ ഇത്തരത്തിനൊരു കാരണമായി മാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കൂടുതൽ ഇടിഞ്ഞ് വെള്ളം വലിയ രീതിയിൽ ഫോഴ്സായി വരികയാണെങ്കിൽ, വലിയ ശക്തിയായി വെള്ളം മുന്നോട്ട് വരികയാണെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും. ഈ റോഡ് പൂർണ്ണമായും തകരുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് വാഹനഗതാഗതങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. മഴ ഇനിയും തുടരുമെന്നാണ് ഇവിടുത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ആ മഴ തുടരുകയാണെങ്കിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനത്തെ ഉൾപ്പെടെ അത് ബാധിക്കുകയും ചെയ്യും. ഹരിമുണ്ടൂറിനോടൊപ്പം നേപ്പാളിൽ നിന്നും തൗഫീഖ് അസ്ലം, മീഡിയ വൺ.